തൃശ്ശൂർ പെരിങ്ങോട്ടുകരയിലെ ദേവസ്ഥാനം ക്ഷേത്രം ഏറെ പ്രശസ്തമാണ്. സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള പല പ്രമുഖരും പതിവായി ഇവിടെ സന്ദർശിക്കുകയും പൂജകൾ നടത്തുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഈ പകൽ ആ ക്ഷേത്രത്തിലെ ചില പൂജാരിമാരെക്കുറിച്ച് കേട്ടാൽ അറപ്പുളവാക്കുന്ന ചില കഥകൾ കേട്ടു. അവിടെ എത്തിയ കർണാടക സ്വദേശിനിയായ വീട്ടമ്മയെ പൂജയുടെ മറവിൽ പീഡിപ്പിച്ചെന്നും വാട്സപ്പിലൂടെ നഗ്ന വീഡിയോ പകർത്തിയെന്നുമാണ് പരാതി. പൂജാരിയും യുവതിയും തമ്മിലുള്ള ഓഡിയോ സംഭാഷണം പുറത്തു വന്നതോടെ പ്രതി അരുണിനെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തു. ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായ മറ്റൊരു പ്രതി ഉണ്ണി ദാമോദരൻ ഒളിവിലാണ്. എന്നാൽ പരാതിക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ? പൂജാരിമാരെ ബോധപൂർവം കള്ളക്കേസിൽ കുടുക്കാനുള്ള ശ്രമമാണോ ഇത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ. സ്വാഗതം. നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലുമൊക്കെ പതിവായി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പലരും ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലുമൊക്കെ പോകും. ഹൈന്ദവ വിശ്വാസികളാണെങ്കിൽ പ്രശ്നപരിഹാരത്തിന് പൂജ നടത്താറുണ്ടല്ലേ? കർണാടക സ്വദേശിനിയായ വീട്ടമ്മ അങ്ങനെയാണ് തൃശ്ശൂർ പെരിങ്ങോട്ടുകരയിലെ പ്രശസ്തമായ ദേവസ്ഥാനം ക്ഷേത്രത്തിലെത്തിയത്. അവിടെ എത്തിയപ്പോൾ പൂജാരിയായ അരുൺ അവരുടെ ഫോൺ നമ്പർ വാങ്ങി. പിന്നീട് രാത്രിയിൽ പതിവായി വീഡിയോ കോൾ ചെയ്യാൻ തുടങ്ങി. നഗ്നയായി മുന്നിലെത്തിയാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് പറഞ്ഞു. അനുസരിച്ചില്ലെങ്കിൽ മന്ത്രവാദം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. പിന്നീട് പീഡിപ്പിക്കാനും ശ്രമിച്ചു. വീട്ടമ്മ നൽകിയ പരാതിയിൽ പൂജാരി അരുണിനെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തു. ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായ മറ്റൊരു പ്രതി ഉണ്ണി ദാമോദരൻ ഒളിവിലാണ്. എന്നാൽ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കർണാടക സ്വദേശിയായ യുവതി കേരളത്തിലെ പെരിങ്ങോട്ടുകര ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിരുന്നു. അവിടെ പൂജ നടത്താനെത്തിയതാണ്. പൂജ നടത്താൻ അരുൺ 24,000 രൂപ ആവശ്യപ്പെട്ടു. ശേഷം യുവതിയുടെ നമ്പറിലേക്ക് രാത്രി വിളിച്ച് ശല്യം ചെയ്യുകയും വാട്സപ്പ് വീഡിയോ കോളുകൾ വഴി സ്ത്രീയോട് മോശമായി പെരുമാറുകയും ചെയ്തു. നഗ്നയായി വീഡിയോ കോളിൽ വന്നില്ലെങ്കിൽ കുട്ടികളെ അപായപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയതായും യുവതി പരാതിയിൽ പറയുന്നു. പൂജാരിയുടെ നിർദ്ദേശപ്രകാരം തൃശൂരിലെത്തിയ യുവതിയെ കാറിൽ വെച്ച് പൂജാരിമാരായ അരുണും ഉണ്ണി ദാമോദരനും ചേർന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി. ഉണ്ണിയും യുവതിയും തമ്മിലുള്ള ഓഡിയോ സന്ദേശവും പുറത്തു വന്നു. ಫ್ರೈಡೇ ಈವ್ನಿಂಗ್ ಫ್ರೆಂಡ್ ಅವರದ್ದು. ಇಲ್ಲ ಇಲ್ಲ എനിക്ക് റൂമെല്ലാം അങ്ങ് தெரியாது. കർണാടക ബെല്ലന്തൂർ പോലീസാണ് തൃശൂരിൽ നിന്നും അരുണിനെ അറസ്റ്റ് ചെയ്തത്. പരാതിക്ക് പിന്നിൽ മറ്റ് ഗൂഢാലോചനയുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മറ്റൊരു പ്രതി ഉണ്ണി ദാമോദരനായി അന്വേഷണം ഊർജിതമാണ്. കൊച്ചി. തിരുവനന്തപുരം വെള്ളറടയിലെ പ്രിയംവദ എന്ന വീട്ടമ്മയെ എന്തിനാണ് കൊന്നു കുഴിച്ചു മൂടിയത്? അയൽവാസിയായ വിനോദും കൊല്ലപ്പെട്ട പ്രിയംവദയും തമ്മിൽ എന്തായിരുന്നു ബന്ധം? കേസിൽ പ്രതികൾ പിടിയിലായി ഒരു ദിവസം കഴിഞ്ഞിട്ടും കൊലപാതകത്തിൻ്റെ കാരണം സംബന്ധിച്ച് പല ദുരൂഹതകളുമുണ്ട്. അതിവിദഗ്ധമായി നടത്തിയ കൊലപാതകത്തിൽ നിർണായകമായത് പ്രതിയുടെ ഭാര്യാമാതാവിൻ്റെയും ഒരു വൈദികൻ്റെയും വെളിപ്പെടുത്തലാണ്. പിന്നീട് പോലീസ് അവിടെ എത്തുമ്പോൾ പ്രതി വിനോദും സഹോദരനും വീട് അടിച്ച് കഴുകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതിൽ സംശയം തോന്നിയതാണ് കേസിൻ്റെ ചുരുളഴിച്ചത്. കേസിൽ അറസ്റ്റിലായ വിനോദിനെയും സഹോദരൻ സന്തോഷിനെയും റിമാൻഡ് ചെയ്തു. പനച്ചമൂട് സ്വദേശി വിനോദിന്റെ വീടിന് പിന്നിലെ കുഴിയിൽ നിന്ന് അയൽവാസിയായ പ്രിയംവദയുടെ മൃതദേഹം RDOയുടെ സാന്നിധ്യത്തിൽ പുറത്തെടുത്ത് പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് മാറ്റിയത്.
ദേഹപരിശോധനയ്ക്കിടെ പ്രിയംവദയുടെ കഴുത്തിലുണ്ടായിരുന്ന 3 പവന്റെ മാല കാണാനില്ല എന്ന വിവരം ബന്ധുക്കളാണ് പോലീസിനെ അറിയിച്ചത്. ഇരു കാതുകളിലും ഉണ്ടായിരുന്ന കമ്മലുകൾ മുക്കുബണ്ഡമാണെന്നും പോലീസ് കണ്ടെത്തി. മാല മോഷ്ടിക്കപ്പെട്ടതാണോ, പ്രിയംവദ തന്നെ വീട്ടിലെവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. വീട്ടമ്മയെ കാണാതായ വ്യാഴാഴ്ച രാവിലെ വിനോദിന്റെ വീട്ടിലെത്തിയ പ്രിയംവദയുടെ സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ തർക്കങ്ങളുണ്ടാവുകയും മർദ്ദനത്തിലേക്കും പിന്നീട് കൊലപാതകത്തിലേക്കും നയിക്കുകയായിരുന്നുവെന്നുമാണ് വിനോദ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. കൊലപാതകത്തിൽ നേരിട്ട് ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും തെളിവ് നശിപ്പിക്കുന്നതിന് കൂട്ടുനിന്നതിനാണ് വിനോദിന്റെ സഹോദരൻ സന്തോഷിന്റെ അറസ്റ്റ്. ഈ സ്ത്രീയുടെ ശവശരീരം മറവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അനുജനെ വീട്ടിൽ നിന്ന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയതായിട്ടാണ് ബോധ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ കൊലപാതകത്തിന് ശേഷം വീട്ടിൽ തന്നെ സൂക്ഷിച്ചിരുന്ന ഈ മൃതശരീരത്തെ അനുജനെ വിളിച്ചു വരുത്തി കഴിഞ്ഞ ദിവസം രാത്രിയാണ് കുഴിയിലേക്ക് മാറ്റിയതും ഈ കുഴിയിലേക്കുള്ള മണ്ണ് ഉൾപ്പെടെ വെട്ടിക്കൊടുത്ത് ഈ ഒന്നാം പ്രതിക്ക് പിടിച്ചു കൊടുത്തതും എല്ലാം ഈ രണ്ടാം പ്രതിയാണ്. അപ്പോൾ ഇവർ ഈ തെളിവ് നശിപ്പിക്കുന്നതിനുള്ള പ്രവൃത്തികളും കൂടെ ഈ രണ്ടാം പ്രതി ചെയ്തിട്ടുള്ളതായിട്ട് മനസ്സിലാവുന്നു. വിനോദിന്റെ ഭാര്യ മാതാവ് സരസ്വതി സമീപത്തെ ദേവാലയത്തിലെ പുരോഹിതനോട് നടത്തിയ വെളിപ്പെടുത്തലാണ് കേസിൽ വഴിത്തിരിവായത്. ഞാൻ വളരെ ഞെട്ടലോടെയാണ് ഈ സംഭവം കേൾക്കുക. കാരണം എൻ്റെ കൈയും കാലം ഇങ്ങനെ വരച്ചിങ്ങനെ പെട്ടെന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം. അപ്പം അതുകൊണ്ട് തന്നെയാണ് ആ സീരിയസോടുകൂടി തന്നെയാണ് ഞാൻ പാരീഷ് കൗൺസിൽ മെമ്പേഴ്സിന് 2 പേരെ പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വിളിച്ചതും അവരെ കാര്യം അറിയിക്കുന്നതും. ഞങ്ങൾ 3 പേരും കൂടിയാണ് ഈ CAയുടെ നമ്പർ മേടിച്ച് പോലീസിനെ വിളിക്കുന്നതും. പോലീസ് പെട്ടെന്ന് തന്നെ വന്നിട്ട് അതിനുള്ള ഉചിതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ അമ്മാമയിൽ നിന്നും ഈ മകളിൽ നിന്നും ശേഖരിച്ച് ഉടനെ തന്നെ അവർ ആ വീട്ടിലേക്ക് തുടർന്ന് നടപടിക്കായി പോവുകയും ചെയ്തു. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് വിനോദ് മൊഴി നൽകിയിരുന്നുവെങ്കിലും പോലീസ് ഇത് മുഖവുരക്കെടുത്തിരുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ലഭിച്ച ശേഷം മാത്രമായിരിക്കും കൂടുതൽ അന്വേഷണം. ഇതിനായി പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനാണ് സന്തോഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഞാൻ ചെന്ന് നോക്കി, വെട്ടാടിച്ചെന്ന് ഞാൻ നോക്കിയത് തർക്കമാണ്. നോക്കിയപ്പോൾ കൈ മാത്രം കണ്ടു, ബാക്കി പുതപ്പ് തുണി മൂടി കെട്ടിപ്പറക്കി അങ്ങനെ വെച്ചേക്കുന്നു. കൈ കണ്ട് എൻ്റെ ഉയിര് വാങ്ങിപ്പോയി. ഞാൻ വിചാരിച്ച് അപ്പോൾ കൊന്ന് വിളിച്ചും കൊണ്ടുപോയി. അവൻ കണ്ട എന്നെ കൊന്നില്ലേ, അതൊന്ന് നേരെ ഇനി വന്നു. പുരോഹിതൻ നൽകിയ വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വെള്ളറട പോലീസ് വീട്ടിലുണ്ടായിരുന്ന വിനോദിനെയും സഹോദരൻ സന്തോഷിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. പോലീസ് എത്തുമ്പോൾ വിനോദും സന്തോഷും വീട് കഴുകി വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. ഇതാണ് സംശയം ബലപ്പെടുത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മുടെ നാട്ടിൽ അസാധാരണമായ സാഹചര്യത്തിൽ തലയോട്ടിയും അസ്ഥികൂടവും കണ്ടെത്തിയാൽ സ്വാഭാവികമായും പല സംശയങ്ങളും ഉയരും. നാട്ടുകാരിൽ അത് ഭയത്തിനും ആശങ്കയ്ക്കും കാരണമാകാം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്ന് തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത് ആളുകളിൽ പരിഭ്രാന്തി പരത്തി. വേസ്റ്റ് വാട്ടർ പ്ലാന്റിനടുത്ത് ബിഗ് ഷോപ്പറിലാണ് തലയോട്ടി കണ്ടെത്തിയത്. ആശുപത്രി ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. മെഡിക്കൽ പഠനത്തിന് ശേഷം ഉപേക്ഷിച്ചതാണോ അതോ മറ്റെന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, എന്താണ് സംഭവിച്ചത്? ഒരു വലിയ പ്ലാസ്റ്റിക് സഞ്ചിയിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു തലയോട്ടിയും അസ്ഥി കഷ്ണങ്ങളും ഉണ്ടായിരുന്നത്. രാവിലെ 11-ഓടെയാണ് ആശുപത്രി ജീവനക്കാരാണ് ഇവ കണ്ടെത്തിയത്. പോലീസിൽ വിവരമറിയിച്ചതിന് പിന്നാലെ മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി തലയോട്ടിയും അസ്ഥി കഷ്ണങ്ങളും ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ വിശദമായ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ആരാണ് സഞ്ചി ആശുപത്രി വളപ്പിൽ ഉപേക്ഷിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. തലയോട്ടിയും അസ്ഥികളും ആരുടെ എന്ന് കണ്ടെത്താൻ വിശദമായ പരിശോധനകളും നടത്തും. മെഡിക്കൽ കോളേജിൽ പഠനാവശ്യങ്ങൾക്കായി ഉപയോഗിച്ച അസ്ഥികളും തലയോട്ടിയും ഉപയോഗിച്ച ശേഷം ഉപേക്ഷിച്ചതാണോ എന്നതടക്കവും പോലീസിന് സംശയമുണ്ട്. കാസർഗോഡ് ദേലമ്പാടിയിലെ ഖദീജത്ത് ഷമീമ എന്ന യുവതി വിവാഹം കഴിഞ്ഞ നാൾ മുതൽ അനുഭവിക്കാത്ത യാതനകളില്ല. സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പീഡനം, ഭർത്തൃവീട്ടിൽ നിന്നുള്ള അവഹേളനങ്ങൾ. എന്നാൽ മക്കളെ ഓർത്ത് എല്ലാം സഹിച്ച് ഷമീമ ജീവിച്ചു. ഒടുവിൽ അബുദാബിയിലുള്ള ഭർത്താവിൻ്റെ വാട്സാപ്പിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇടുത്തി പോലെ ഒരു ഓഡിയോ സന്ദേശം. 3 തവണ തലാക്ക് ചൊല്ലി വിവാഹബന്ധം വേർപെടുത്തിയെന്ന് അറിയിച്ചായിരുന്നു
ഭർത്താവ് ലത്തീഫിൻ്റെ മെസ്സേജ്. സംഭവത്തിൽ വെളിഞ്ച സ്വദേശി ലത്തീഫിനെതിരെ പോലീസ് കേസെടുത്തു. സ്ത്രീധനം ആവശ്യപ്പെട്ട് യുവതിയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചതിനും ഇയാൾക്കെതിരെ കേസുണ്ട്. ദേലമ്പാടി അൽമദീന ഹൗസിലെ അബ്ദുള്ളയുടെ മകൾ ഖദീജത്ത് ഷമീമയെയാണ് ഭർത്താവ് ലത്തീഫ് ഫോണിലൂടെ 3 തവണ മുത്തലാഖ് ചൊല്ലിയത്. 2018 മാർച്ച് 18-നായിരുന്നു ഇരുവരും വിവാഹിതരായത്. വിവാഹ സമയത്ത് 25 പവൻ സ്വർണം നൽകിയിരുന്നു. പിന്നീട് കൂടുതൽ സ്വർണം ആവശ്യപ്പെട്ട് മാനസികമായി പീഡിപ്പിച്ചതായി ആദൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ പറയുന്നു. ഖദീജത്ത് ഷമീമ എന്നവളെ ഞാൻ തലാക്ക് ചെല്ലുന്നു. തലാക്ക് 1 വട്ടം, തലാക്ക് 2 വട്ടം, തലാക്ക് 3 വട്ടം. ഇതിനെ എനിക്ക് ഇങ്ങോട്ട് വിളിക്കാൻ കഴിയില്ല. നിന്നോ മനസ്സിലായോ? അതിന് വിളിക്കാൻ കഴിയില്ല, മെസ്സേജ് അയക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളെ ബൈ, എനിക്ക് എൻ്റെ ബൈ. ഞാൻ അന്നേ പറഞ്ഞിന്. ഓക്കെ. ഭാരതീയ ന്യായ സംഹിതയിലെ 85 മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാരേജിലെ 3, 4 വകുപ്പുകൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ജൂൺ 13 രാത്രി 11:30 മണിക്ക് ലത്തീഫ് അബുദാബിയിൽ നിന്ന് വാട്സാപ്പിലൂടെ ശബ്ദ സന്ദേശം വഴി 3 തവണ തലാഖ് ചൊല്ലി വിവാഹബന്ധം വേർപ്പെടുത്തിയതായി അറിയിക്കുകയായിരുന്നു. വാട്സാപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയതിന് ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ നേരത്തെ കല്ലൂരാബി സ്വദേശിനിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു. മുത്തലാഖ് നിരോധന നിയമം നിലവിൽ വന്നതിന് ശേഷം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ആദ്യ കേസായിരുന്നു അത്. ന്യൂസ് 18 കാസർഗോഡ്. CBI എന്നോ പോലീസ് എന്നോ ജഡ്ജിയോ എന്നോ പറഞ്ഞ് നമ്മുടെ ഫോണിലേക്ക് വിളിക്കുന്നവരെ സൂക്ഷിക്കണമെന്നും അത് സൈബർ കെണിയാണെന്നും നമുക്ക് മുന്നറിയിപ്പുകൾ ലഭിക്കാറുണ്ടല്ലേ. ഇങ്ങനെ സൈബർ തട്ടിപ്പുകാരുടെ ചതിയിൽ വീഴരുതെന്ന് നമ്മൾ പതിവായി കേൾക്കുന്ന സന്ദേശമാണ്. എന്നാൽ സൈബർ സംഘങ്ങൾ പണം തട്ടാൻ പുതിയ തട്ടിപ്പുമായി ഇറങ്ങിയിരിക്കുകയാണ്. ലക്നൌവിലെ പോലീസ് ഇൻസ്പെക്ടറാണെന്ന് പറഞ്ഞ് എറണാകുളം കളമശ്ശേരി സ്വദേശിയിൽ നിന്ന് 1 കോടിയിലധികം രൂപ തട്ടിയെടുത്തതാണ് ഒടുവിലത്തെ കേസ്. ഇന്ത്യൻ ആർമിയുടെ ഔദ്യോഗിക വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തിയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ്. ലക്നൌവിലെ പോലീസ് ഇൻസ്പെക്ടർ രഞ്ജിത്ത് കുമാർ എന്ന പേരിലാണ് തട്ടിപ്പ്. പ്രതി ഇക്കഴിഞ്ഞ 13-ന് എറണാകുളം സ്വദേശിയുടെ നമ്പറിലേക്ക് വാട്സാപ്പ് വീഡിയോ കോൾ ചെയ്തു. സൈനിക വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകാനായി 55 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്നാരോപിച്ചാണ് കളമശ്ശേരി സ്വദേശിയായ 60-കാരനിൽ നിന്ന് 1.05 കോടി രൂപ തട്ടിയെടുത്തത്. ഇന്ത്യയുടെ സൈനിക വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തിക്കൊടുക്കാൻ സഹായിച്ച 151 പേരുടെ ലിസ്റ്റിൽ പേരുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. രഹസ്യം ചോർത്തിക്കൊടുത്തതിന് ആസിഫ് ഫഹീം എന്നയാളുടെ പക്കലിൽ നിന്നും 55 ലക്ഷം രൂപ കൈക്കൂലിയായി വാങ്ങിയിട്ടുണ്ടെന്നും തുക എറണാകുളം സ്വദേശിയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടെന്നും ഇൻസ്പെക്ടർ എന്ന് പരിചയപ്പെടുത്തിയ ആൾ പറഞ്ഞു. ഇത് പരിശോധിക്കുന്നതിന് തങ്ങൾ പറയുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് ബാങ്കിലുള്ള മുഴുവൻ പണവും ട്രാൻസ്ഫർ ചെയ്യണമെന്നും അല്ലെങ്കിൽ ജീവനു തന്നെ ഭീഷണിയാകുമെന്നും പറഞ്ഞു. പരിഭ്രാന്തനായ എറണാകുളം സ്വദേശി ബാങ്ക് അക്കൗണ്ടിലെ മുഴുവൻ പണവും പറഞ്ഞ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഇക്കാര്യം പറഞ്ഞപ്പോഴാണ് വെർച്വൽ അറസ്റ്റിലൂടെ പണം നഷ്ടപ്പെട്ടതായി മനസ്സിലായത്. തുടർന്ന് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങൾ പരിശോധിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഓൺലൈൻ തട്ടിപ്പുകളിൽ ഓരോ ദിവസവും പുതിയ രീതികളാണ് നമ്മൾ കണ്ടുവരുന്നത്. കോട്ടയം പാലായിലെ ഒരു ഫ്ലവർ ഷോപ്പിൽ കഴിഞ്ഞ ദിവസം നടന്നതും അങ്ങനെ ഒരു തട്ടിപ്പിനുള്ള ശ്രമമാണ്. ഗൂഗിൾ പേ വഴി പണം നൽകിയെന്ന് പറഞ്ഞ് 10,000 രൂപയാണ് തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. എന്നാൽ കടക്കാരൻ ഒരല്പം യുക്തി പ്രയോഗിച്ചതോടെ തട്ടിപ്പുകാരൻ പെട്ടു. സംഭവത്തിൽ കടയുടമ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. സമാന രീതിയിലുള്ള തട്ടിപ്പുകൾ ഇപ്പോൾ വ്യാപകമെന്നാണ് വിവരം. ഗൂഗിൾ പേ വഴി തുക തെറ്റായി രേഖപ്പെടുത്തി അധിക പണം നൽകുന്ന അബദ്ധം പലർക്കും സംഭവിക്കാറുണ്ട്. ഇങ്ങനെ ഒരു അബദ്ധമാണ് തനിക്ക് പറ്റിയതെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോട്ടയം പാലായിൽ ഒരു തട്ടിപ്പിന് ശ്രമം നടന്നത്. പാലായിലെ ഫിയസ്റ്റ ഫ്ലവർ ഷോപ്പിലാണ് സംഭവം. ഇന്ത്യൻ ആർമിയിലെ ജീവനക്കാരൻ എന്ന പേരിൽ ഫോൺ വിളിച്ച്
ബൊക്കെ ഓർഡർ ചെയ്ത ശേഷം 1000 രൂപയ്ക്ക് പകരം 10,000 രൂപ കൈമാറിയെന്നാണ് തട്ടിപ്പുകാരൻ പറഞ്ഞത്. ബാക്കി 9,000 രൂപ തിരികെ വേണം എന്നും ഇയാൾ ആവശ്യപ്പെട്ടു. ഓൺലൈനായി 10,000 കൈമാറിയെന്ന തരത്തിൽ സ്ക്രീൻഷോട്ടുകളും കട ഉടമയ്ക്ക് അയച്ചു നൽകി. എന്നാൽ കടയുടെ ഉടമയ്ക്ക് ഇക്കാര്യത്തിൽ സംശയമാണ് ഉണ്ടായത്. തുടർന്ന് ഓൺലൈൻ വഴി അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ പണം എത്തിയിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടു. ഇതോടെ തട്ടിപ്പുകാരൻ്റെ ശ്രമം പരാജയപ്പെടുകയായിരുന്നു. 10,000 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് ടെക്സ്റ്റ് മെസ്സേജ് വന്നു. ആൾ ഒരു മിനിറ്റ് കഴിഞ്ഞ് പിന്നെ എന്നെ വിളിച്ചു. അന്നേരം എന്നോട് ചോദിച്ചു ഫണ്ട് കയറിയോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആൾ എന്താ പറയുന്നതെന്ന് അറിയാൻ ഞാൻ പറഞ്ഞു ഫണ്ട് കയറിയില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ മൂന്നാമതാണ് ആളെന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഫണ്ട് കയറിയിട്ടുള്ള മൂന്നാമത് എനിക്ക് മെസ്സേജ് വന്നു. മൂന്നാമത് ആളെന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു സാറേ ഒരു 10,000 രൂപ ഞാൻ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്, സാറിന് ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട്, എനിക്ക് അറിയാതെ മാറിപ്പോയതാണ്, സാറ് ബാക്കി 9,000 രൂപ എനിക്ക് തിരിച്ചിടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മെസ്സേജ് എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ട്, പക്ഷേ അക്കൗണ്ടിൽ എനിക്ക് പൈസ കയറിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് എൻ്റെ അക്കൗണ്ടിൽ പൈസ കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ഇല്ല സാറേ ഞാൻ അയച്ചു, ഇത് സ്ക്രീൻഷോട്ട് സാറിന് അയച്ചിട്ടുണ്ട്, സാറ് ടെക്സ്റ്റ് മെസ്സേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ടെക്സ്റ്റ് മെസ്സേജ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാം, പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നാലല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ, മെസ്സേജ് ആയിട്ട് വന്നിട്ട് കാര്യമില്ല, എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് കാണിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം ഒരു മിനിറ്റ് ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ആൾ ഫ്രോഡാണ്. അപ്പം ഞാൻ പറഞ്ഞു സാറേ ഫ്രോഡ് പരിപാടി കാണിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് സംസാരിച്ചു. സംഭവത്തിൽ കടയുടമ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. കേവലം ഒറ്റപ്പെട്ട സംഭവമല്ല ഉണ്ടായത് എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. തൊടുപുഴയിലും സമാനമായ രീതിയിൽ തട്ടിപ്പിന് ശ്രമം നടന്നതായി സൂചനകളുണ്ട്. തിരക്കേറിയ വ്യാപാര സ്ഥാപനങ്ങൾ തെരഞ്ഞെടുത്ത് വളരെ വേഗത്തിൽ തട്ടിപ്പ് നടത്തുക എന്ന ലക്ഷ്യമാണ് ഇവിടെ തകർന്നത്. ന്യൂസ് 18 കോട്ടയം. കേരളത്തിൽ നഴ്സിംഗ് പഠനത്തിന് പോകുന്ന കുട്ടികളുടെ സ്വപ്നം വിദേശ രാജ്യങ്ങളിലെ ജോലിയാണ്. പഠനം കഴിഞ്ഞാൽ ഉടൻ ഇപ്പോൾ യൂറോപ്പിലും ഓസ്ട്രേലിയയിലുമൊക്കെ വലിയ സാധ്യതകളാണല്ലേ. അതിനാൽ തന്നെ നേഴ്സുമാരെ ലക്ഷ്യമിട്ട് പല റിക്രൂട്ടിംഗ് ഏജൻസികളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ തട്ടിപ്പ് സംഘങ്ങളുമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ കൊള്ളാം. ലണ്ടനിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്ത സംഭവത്തിൽ പ്രധാന പ്രതിയെ കൊല്ലം അഞ്ചൽ പോലീസ് പിടികൂടി. കോതമംഗലം സ്വദേശി ബേബി വർക്കി നിരവധി പേരിൽ നിന്നും പണം തട്ടിയെന്നാണ് വിവരം. ഇംഗ്ലണ്ടിൽ ഉൾപ്പെടെ നഴ്സിംഗ് ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് നിരവധി പേരിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്നാണ് കേസ്. 25 ലക്ഷം രൂപ വീതമാണ് ഓരോ ആളുകളിൽ നിന്നും ഇവർ കൈക്കലാക്കിയിരുന്നത്. പിടിയിലായ ബേബി വർക്കിയുടെ ബാങ്ക് അക്കൗണ്ടിൽ 3.5 കോടിയിലധികം രൂപ എത്തിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അഞ്ചൽ സ്വദേശികളിൽ നിന്നും ഇവർ 27 ലക്ഷത്തിലധികം രൂപയാണ് തട്ടിയെടുത്തിരിക്കുന്നത്. പിടിയിലായ കോതമംഗലം സ്വദേശി ബേബി വർക്കി വ്യാജരേഖകൾ ചമച്ചും തട്ടിപ്പ് നടത്തിയിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. UK കൊണ്ടുവന്നും പറഞ്ഞ് ഓരോരുത്തരുടെ 14 ലക്ഷം രൂപ വീതം വാങ്ങിച്ചത്. അപ്പോൾ അതിനകത്ത് എൻ്റെ മോളുണ്ട്. എൻ്റെ മോളുടെ നിന്നും 14 ലക്ഷം രൂപ വാങ്ങിച്ചു. എന്നിട്ട് ഇവർ ഒരു ഫേക്കായിട്ടുള്ള CS പേപ്പർ വന്നിട്ട് നേരെ ഡൽഹി ചെല്ല്. അവിടുന്ന് ഉടനെ 4 ദിവസത്തിനകത്ത് സാധനം പറഞ്ഞ് അതിന് ഡൽഹി വരെ ആളുകൾ. എന്നിട്ട് അവിടെ ചെന്നിട്ട് അപ്പോൾ അതവിടെ ഫേക്കാന്ന് മനസ്സിലായി. അങ്ങനെ ഒരാഴ്ച അവിടെ തിരിച്ചു വരേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിലൊക്കെ പോയിട്ട് അവൻ എൻ്റെന്ന് പറഞ്ഞവൻ അവിടെയും. പിന്നെ അതേ കണക്ക് തന്നെ ഇത് ഈ പേപ്പറൊക്കെ തന്നെയെന്ന് പറഞ്ഞാൽ അവിടെ കോതമംഗലത്ത് മുനിസിപ്പാലിറ്റിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ നിർത്തി ഭയങ്കര ഫംഗ്ഷനൊക്കെ നടത്തിയാണ് ഈ പേപ്പറും കാര്യങ്ങളും. അപ്പോൾ അത്രയ്ക്കൊരു വിശ്വാസത വന്നതിൻ്റെ പേരിലാണ് നമ്മൾ ഈ പൈസ കൊടുക്കാൻ തന്നെ കാര്യം. ഇതേ കേസിൽ 2 പേരെ മുൻപ് അഞ്ചൽ പോലീസ് പിടികൂടിയിരുന്നു. ഇവർ കൂടുതൽ പേരിൽ നിന്ന് പണം തട്ടിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പിടിയിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് കേരളം എന്നാൽ പണം വാരുന്ന ഗൾഫ് രാജ്യം പോലെയാണ്. ഇവിടെ തൊഴിലെടുത്താൽ മാന്യമായ കൂലി ലഭിക്കും. അതുമാത്രമല്ല, ഈ നാട്ടിലെ ചെറുപ്പക്കാരെ ലക്ഷ്യമിട്ട് കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും എത്തിച്ചാൽ പണം ഇരട്ടിയാണ്. ഇങ്ങനെ ബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക് ട്രിപ്പ് എന്ന പേരിൽ പോകുന്ന 2 യുവതികൾ പോക്കറ്റ് മണിക്കായി കഞ്ചാവും കൂടി ഇവിടെ എത്തിച്ചു. എന്നാൽ സംശയം തോന്നി എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് യുവതികളെ പരിശോധിച്ചപ്പോൾ അവരുടെ ബാഗിൽ 37 കിലോ കഞ്ചാവ്. ഡിഗ്രി വിദ്യാർത്ഥിനിയായ സോണിയ നേരത്തെയും കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തിയിട്ടുണ്ടെന്നാണ് വിവരം.
മുർഷിദാബാദ് സ്വദേശിനികളായ സോണിയ സുൽത്താന, അനിത ഖാതുൻ ബീബി എന്നിവരാണ് പിടിയിലായത്. കേരളത്തിലേക്ക് ട്രിപ്പ് എന്ന പേരിലായിരുന്നു യുവതികൾ എത്തിയത്. 3 ട്രോളി ബാഗിലാണ് ഇവർ കഞ്ചാവ് എറണാകുളത്ത് എത്തിച്ചത്. ബംഗളൂരുവിൽ നിന്നാണ് ഇരുവരും കൊച്ചിയിലേക്ക് ട്രെയിൻ കയറിയത്. 37 കിലോഗ്രാം കഞ്ചാവാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. ആർപിഎഫ് ക്രൈം സ്ക്വാഡ്, ഗവൺമെന്റ് റെയിൽവേ പോലീസ്, ഡാൻസാഫ് സംഘങ്ങൾ ചേർന്നാണ് യുവതികളെ കസ്റ്റഡിയിലെടുത്തത്. ഇരുവരും പാലക്കാട് മുതൽ നിരീക്ഷണത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി സ്റ്റേഷനിൽ പരിശോധന കർശനമാക്കിയിരുന്നു. ബാഗുകളുമായി സ്ഥലം വിടാൻ ശ്രമിച്ച യുവതികളെ സംശയം തോന്നിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ് തടഞ്ഞത്. എറണാകുളം നോർത്ത് റെയിൽവേ പോലീസിന്റെ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ 2 യുവതികളെ കാണുകയും അവരുടെ കൈവശം കാണപ്പെട്ട 3 ട്രോളി ബാഗുകളായിട്ട് ഏതാണ്ട് 37.498 കിലോ ഗഞ്ചാവ് വിവിധ പൊതികളിലായിട്ട് പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്നതാണ്. അത് കണ്ടെത്തിയിട്ടുണ്ട്. 2 യുവതികളുടെ കൈകളിൽ നിന്നാണ് ഗഞ്ചാവ് കിട്ടിയത്. സാധാരണ പരിശോധനയുടെ ഭാഗമായിട്ട് നടത്തിയതിനിടയിലാണ്. കാരണം ഇവരെ ഞങ്ങൾ പരിശോധന നടത്തി വന്നപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് പോകാനായിട്ട് ട്രോളി ബാഗുമായിട്ട് എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചപ്പോൾ സംശയം തോന്നി. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വനിതാ പോലീസ് തടഞ്ഞു നിർത്തി അവരെ പരിശോധിക്കുന്ന സമയത്താണ് കണ്ടെത്തിയത്. കൂടുതൽ പേർ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷിച്ചു വരുന്നുണ്ട്. തുടർ നടപടികൾക്കായി റെയിൽവേ പോലീസിന് ഇരുവരെയും കൈമാറി. ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സാധാരണ പാലക്കാടാണ് ഇത്തരം സംഘങ്ങൾ കഞ്ചാവ് എത്തിക്കാറുള്ളത്. പരിശോധനകൾ കർശനമാക്കിയതോടെ ഇത്തവണ റൂട്ട് മാറ്റിപ്പിടിച്ചെങ്കിലും കുടുങ്ങുകയായിരുന്നു. 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയായ സോണിയ നേരത്തെയും കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തിയിട്ടുണ്ട്. ഓർഡർ പ്രകാരമുള്ള കഞ്ചാവ് ബംഗാളിൽ നിന്ന് കേരളത്തിലെത്തിച്ച് നൽകുന്ന കാരിയേഴ്സാണ് യുവതികൾ. സുരക്ഷിതമായി എത്തിക്കുന്ന ഓരോ കിലോ കഞ്ചാവിനും കമ്മീഷൻ ലഭിക്കും. കഞ്ചാവ് കൈമാറി അധികം താമസിയാതെ നാട്ടിലേക്ക് മടങ്ങും. ലഹരിക്കടത്തിൽ യുവതികൾ ഒറ്റയ്ക്കായിരുന്നില്ല, മറ്റൊരു യുവാവും ഒപ്പമുണ്ടായിരുന്നു. പോലീസ് എത്തുന്നത് കണ്ട് ഇയാൾ രക്ഷപ്പെട്ടിരുന്നു. അയാളെക്കുറിച്ചും അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 കൊച്ചി. കൊലക്കേസ് മുതൽ ലഹരിക്കടത്ത് വരെ തിരുവനന്തപുരം കൈമന സ്വദേശി വിഷ്ണുരാജ് ആള് നിസ്സാരക്കാരനല്ല. ആന്ധ്രയിൽ നിന്ന് KSRTC ബസ്സിലാണ് ഇയാൾ കഞ്ചാവ് എത്തിക്കുന്നത്. പാറശാലയിൽ വെച്ച് നർക്കോട്ടിക് സെൽ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ വിഷ്ണുരാജിൽ നിന്ന് 10 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. ഇയാളുടെ കൂട്ടാളിയെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഞ്ചാവുമായി പിടിയിലായ വിഷ്ണു കരവന അനന്തു കൊലക്കേസ് പ്രതിയാണ്. ട്രെയിൻ മാർഗവും ആഡംബര ബസ് വഴിയുമാണ് സംസ്ഥാനത്തേക്ക് ഇവർ കഞ്ചാവ് കടത്തുന്നെന്നാണ് സൂചന. ആന്ധ്രയിൽ നിന്ന് 10 കിലോ കഞ്ചാവുമായാണ് കൈമനം സ്വദേശി വിഷ്ണുരാജ്, നിറമങ്കര സ്വദേശി സോനജസ് സാബു എന്നിവർ പുറപ്പെട്ടത്. ട്രെയിൻ മാർഗമായിരുന്നു ആദ്യ യാത്ര. കഞ്ചാവുമായി അവർ നാഗർകോവിലെത്തി. തിരുവനന്തപുരം നഗരമായിരുന്നു ലക്ഷ്യം. നാഗർകോവിലിൽ നിന്ന് KSRTC ബസ് കയറി. തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ഇന്റർസ്റ്റേറ്റ് ബസ്സിൽ നിന്നും പാറശാലയിൽ വെച്ചാണ് പ്രതികളെ പിടികൂടിയത്. തിരുവനന്തപുരം റൂറൽ നർക്കോട്ടിക് സെൽ DYSP K പ്രദീപിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസാഫ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പിടിയിലായ വിഷ്ണു കരമന അനന്തു കൊലക്കേസ് പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. 2 പ്രതികൾക്കും തിരുവനന്തപുരം ജില്ലയിലെ കരമന, പൂന്തുറ, പോത്തൻകോട്, തമ്പാനൂർ, ബാലരാമപുരം ഉൾപ്പെടെയുള്ള വിവിധ സ്റ്റേഷനുകളിൽ നിരവധി കേസുകളുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ട്രെയിൻ മാർഗവും ആഡംബര ബസ് വഴിയുമാണ് സംസ്ഥാനത്തേക്ക് ഇവർ പ്രധാനമായും കഞ്ചാവ് കടത്തുന്നത്. ആന്ധ്ര, ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ മൊത്തമായി എത്തിക്കുക ഇവരുടെ പതിവാണ്. സ്കൂൾ, കോളേജ്, അന്യസംസ്ഥാന തൊഴിലാളി ക്യാമ്പുകൾ എന്നിവിടങ്ങളിൽ ചില്ലറ വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് ഇവരെന്നും പോലീസ് പറയുന്നു. ന്യൂസ് 18 പാറശാല. ഭരണാധികാരികൾക്കും പൊതുപ്രവർത്തകർക്കും പോലും ഈ നാട്ടിൽ സ്വൈര്യമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പല രീതിയിലുള്ള ഭീഷണികളും വധശ്രമവും വരെയും അവർക്ക് നേരെ ഉണ്ടാകാം. കൊല്ലം മേയർക്കെതിരെ വധഭീഷണി മുടക്കിയ സംഭവം കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കേസിൽ പ്രതി പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നു. തിരുവനന്തപുരം കരിക്കകം സ്വദേശി അനിൽകുമാറാണ് അറസ്റ്റിലായത്. മേയറുടെ വീട് അന്വേഷിച്ചെത്തിയ ഇയാൾ വധഭീഷണി മുടക്കിയെന്ന കേസിലാണ് പോലീസിൻ്റെ നടപടി.
CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടാനായത്. പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന സമയം പ്രതി മദ്യലഹരിയിലായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ഇയാൾ മേയറെ അന്വേഷിച്ചെത്തി വധഭീഷണി മുഴക്കിയത്. പോലീസ് അനിൽകുമാറിനെ വിശദമായി ചോദ്യം ചെയ്തു. എന്തോ ജോലി എന്തോ? സംഭവത്തെപ്പറ്റി പോലീസ് പറയുന്നത് ഇങ്ങനെ: ശ്വാസകോശ അസുഖത്തെ തുടർന്ന് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയതായിരുന്നു അനിൽകുമാർ. തുടർന്ന് ആശ്രാമം ഭാഗത്തെത്തുകയും മദ്യം വാങ്ങിക്കഴിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇയാൾ മേയറുടെ വീട് അന്വേഷിച്ചെത്തിയതും ഭീഷണി മുഴക്കിയതും. ഇയാളുടെ കയ്യിൽ കരുതിയ കത്തി ഫ്രൂട്ട്സ് മുറിക്കാൻ വാങ്ങിയതാണെന്നാണ് അനിൽകുമാറിന്റെ മൊഴി. നടന്നതൊന്നും തനിക്ക് ഓർമ്മയില്ല എന്നാണ് അനിൽകുമാർ പോലീസിനോട് പറഞ്ഞത്. കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ മുൻപ് താമസിച്ചിരുന്നയിടത്ത് ഇയാൾ വാടകയ്ക്ക് താമസിച്ചിരുന്നതായി പോലീസ് പറയുന്നു. എന്നാൽ ഇയാളെ മുൻപരിചയമില്ല എന്നാണ് മേയർ പറയുന്നത്. ഇയാൾക്കെതിരെ വിസ തട്ടിപ്പ് കേസും ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിലവിലുണ്ട്. കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയ അനിൽകുമാറിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. വടക്കേ ഇന്ത്യയിൽ പ്രാങ്ക് വീഡിയോകളിലൂടെ ഏറെ പരിചിതനാണ് പീയൂഷ് കട്യാല എന്ന യുവാവ്. യൂട്യൂബിൽ ഉൾപ്പെടെ ഇയാൾക്ക് ഒട്ടേറെ ആരാധകരുണ്ട്. എന്നാൽ പീയൂഷിൻ്റെ തനി സ്വഭാവം ഇപ്പോഴാണ് പൊതുസമൂഹം തിരിച്ചറിയുന്നത്. സോഷ്യൽ മീഡിയ താരമെന്ന പ്രതിച്ഛായയിൽ ഒട്ടേറെ പേരിൽ നിന്നാണ് പീയൂഷ് പണം തട്ടിയത്. മുംബൈ സ്വദേശിനിയായ യുവതിയിൽ നിന്ന് 19 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ യൂട്യൂബറെ പോലീസ് അറസ്റ്റ് ചെയ്തു. യൂട്യൂബിൽ ഏറെ ആരാധകരുള്ള വ്യക്തിയാണ് പീയൂഷ് കട്യാൽ. 5 ലക്ഷത്തിലേറെ പേർ പീയൂഷിനെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. മുംബൈയിലുള്ള യുവതിയുമായി പീയൂഷ് പരിചയപ്പെടുന്നത് 5 മാസം മുമ്പ്. പരിചയം വളർന്ന് പരസ്പരം ചാറ്റ് ചെയ്യുന്ന അവസ്ഥയിലെത്തി. ചാറ്റിംഗ് പതിവായതോടെ യുവതി സ്വകാര്യ സംഭാഷണങ്ങളും ചാറ്റിങ്ങിലൂടെ നടത്തി. അങ്ങനെ അടുത്ത സുഹൃത്തുക്കൾ എന്ന നിലയിൽ തുടരുന്നതിനിടെ പീയൂഷ് സൗഹൃദം മുതലാക്കാൻ ശ്രമം തുടങ്ങി. കഴിഞ്ഞ ദിവസം ചികിത്സാ ആവശ്യത്തിനെന്ന് പറഞ്ഞ് പീയൂഷ് പണം ആവശ്യപ്പെട്ടു. എന്നാൽ പണം നൽകാൻ യുവതി തയ്യാറായിരുന്നില്ല. പണം നൽകില്ലെന്ന് പറഞ്ഞതോടെ പീയൂഷിൻ്റെ തനിനിറം പുറത്തുവന്നു. പിന്നെ ഭീഷണിയായി. ഇരുവരും തമ്മിലുള്ള ചാറ്റും ഫോൺ സംഭാഷണങ്ങളും സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവിടുമെന്ന് പറഞ്ഞായിരുന്നു ഭീഷണിപ്പെടുത്തൽ. ഭീഷണി ഭയന്ന് യുവതി ചെറിയ തുകകൾ നൽകി തുടങ്ങി. ഭീഷണി തുടർക്കഥയായതോടെ കൂടുതൽ പണം നൽകാനും തുടങ്ങി. അങ്ങനെ പീയൂഷ് യുവതിയിൽ നിന്ന് 19 ലക്ഷം രൂപ ഘട്ടം ഘട്ടമായി തട്ടിയെടുത്തു. ഇതോടെ യുവതി പരാതി നൽകാൻ തീരുമാനിച്ചു. യുവതി സൈബർ പോലീസിൽ പരാതി നൽകി. പിന്നാലെ പീയൂഷ് പിടിയിലാവുകയും ചെയ്തു. ന്യൂസ് 18. തിരുവനന്തപുരം കരമനയിൽ സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ദമ്പതികൾ ജീവനൊടുക്കിയതിൽ SBI ബാങ്കിനെതിരെ വലിയ പ്രതിഷേധം. മരിച്ച സതീശൻ്റെയും ഭാര്യയുടെയും മൃതദേഹവുമായി നാട്ടുകാർ ബാങ്കിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ജീവനൊടുക്കിയ ദമ്പതികളുടെ വായ്പ എഴുതിത്തള്ളാമെന്ന് ബാങ്ക് അധികൃതർ ഉറപ്പ് നൽകിയതിന് പിന്നാലെയാണ് സമരം അവസാനിപ്പിച്ചത്. ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് ലഭിച്ചതിൻ്റെ മനോവിഷമത്തിലായിരുന്നു കൂട്ട ആത്മഹത്യ. 12 വർഷം കഴിഞ്ഞും വായ്പ തിരിച്ചടയ്ക്കാൻ വൈകിയതോടെയാണ് നോട്ടീസ് നൽകിയതെന്നാണ് ബാങ്കിൻ്റെ വിശദീകരണം. കരമന തമലം റെയിൽവേ ലൈനിന് സമീപം താമസിക്കുന്ന സതീശനെയും ഭാര്യ ബിന്ദുവിനെയും കഴിഞ്ഞ ദിവസം രാവിലെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സതീശന്റെ കഴുത്തറുത്ത് മരണം ഉറപ്പാക്കിയ ശേഷം ഭാര്യ ബിന്ദു ആത്മഹത്യ ചെയ്യുകയായിരുന്നു. SBIയിൽ നിന്ന് സതീശനെടുത്ത 1/2 കോടിയിലേറെ രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കാൻ വൈകിയതോടെ ബാധ്യത ഏറുകയായിരുന്നു. ഒറ്റത്തവണയായി പണം തിരിച്ചടയ്ക്കാമെന്ന ഉപാധി അംഗീകരിച്ചെങ്കിലും പിന്നീട് ഇത് ബാങ്ക് മാറ്റി. കോവിഡ് സമയത്ത് പ്രഖ്യാപിച്ച മൊറട്ടോറിയം പലിശഭാരം വർദ്ധിപ്പിക്കുകയും വായ്പ എടുത്ത തുകയുടെ 2 ഇരട്ടിയോളം രൂപ തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം വരികയും ചെയ്തതോടെയാണ് ദമ്പതികൾ ആത്മഹത്യ ചെയ്തത്. ഈ SBI ബാങ്കിൽ നിന്ന് 1,25,00,000 രൂപ ഓടിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടവിൽ വരുന്ന വീഴ്ചയിൽ പിന്നെ പുള്ളിക്കാരന് ഒരു അസുഖം വന്നപ്പം കാണാം പിന്നെ വർക്കുകളൊന്നും എടുക്കാതെ പെൻഡിങ് ആയി. ഒരു 1 ടൈം സെറ്റിൽമെൻറ്റിന് വേണ്ടി ശ്രമിച്ചപ്പോൾ ബാങ്കുകാർ ആദ്യം സമ്മതിച്ചു. പിന്നീട് അത് വീണ്ടും എമൗണ്ട് കൂട്ടി പറയുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ആ 1 ടൈം സെറ്റിൽമെൻറ്റ് നടക്കാതെ പോയത്.
അതിൽ നിന്നുള്ള ഒരു മാനസിക സമ്മർദ്ദം. അതേപോലെ ബാങ്ക് 2 ആഴ്ച മുമ്പ് പറഞ്ഞായിരുന്നു ഈ തിങ്കളാഴ്ച തന്നെ ലാസ്റ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഇതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയാണ് രണ്ടുപേരും ആത്മഹത്യ ചെയ്തത്. പലതവണ ബാങ്ക് ജപ്തി നടപടിയുമായി പോകാൻ ശ്രമം നടത്തി. നാട്ടുകാരും സുഹൃത്തുക്കളും ഇടപെട്ട് കൂടുതൽ സാവകാശം തേടുകയായിരുന്നു. എന്നാൽ ബാങ്കിൽ നടപടികളുടെ ഭാഗമായി ഹാജരാകാൻ നിർദ്ദേശം ലഭിച്ചതോടെയായിരുന്നു ജീവനെടുക്കാൻ തീരുമാനിച്ചത്. ബാങ്കിൽ എത്താമെന്ന് സതീശൻ നൽകിയ വാക്ക് പാലിക്കാൻ കൂടിയായിരുന്നു ഇരുവരുടെയും മൃതദേഹം ബാങ്കിന് മുന്നിൽ എത്തിച്ച് നടത്തിയ പ്രതിഷേധം. തുടർന്ന് സമരക്കാർ ബാങ്ക് അധികൃതരുമായി നടത്തിയ ചർച്ചയിലാണ് വായ്പ എഴുതി തള്ളാമെന്ന ധാരണയിലെത്തിയത്. വീട്ടിലേക്ക് എത്തിച്ച ഇരുവരുടെയും മൃതദേഹം പൊതുദർശനത്തിന് ശേഷം ശാന്തി കവാടത്തിൽ സംസ്കരിച്ചു. തിരുവനന്തപുരം. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ശിഷ്ടകാലം കുടുംബത്തോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് നാട്ടിലെത്തിയതാണ് ആലപ്പുഴ ചാരുമൂട് സ്വദേശി ശിവൻകുട്ടി പിള്ള. തളർന്നു കിടക്കുന്ന ഭാര്യയും മകളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക അത്താണി. വിദേശത്ത് നിന്നെത്തിയ ശേഷം പശുക്കളെ വളർത്തിയും കൃഷി ചെയ്തുമാണ് അയാൾ കുടുംബം പോറ്റിയത്. പതിവായി രാവിലെ കൃഷിയിടത്തിലേക്ക് പോയ ശിവൻകുട്ടി തിരികെ എത്താത്തതോടെ അന്വേഷിച്ചപ്പോഴാണ് ആ ഞെട്ടിപ്പിക്കുന്ന വിവരം വീട്ടുകാർ അറിഞ്ഞത്. ശിവൻകുട്ടിയെ പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റാണ് മരണം സംഭവിച്ചതെന്നാണ് സംശയം. സംഭവത്തിൽ നൂർനാട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പുലർച്ചെ കൃഷിയിടത്തിലേക്ക് പോയ ശിവൻകുട്ടി പിള്ള സാധാരണ തിരിച്ചെത്താറുള്ള സമയമായിട്ടും മടങ്ങിയെത്തിയില്ല. ഇതോടെ തിരക്കിയിറങ്ങിയ മകളാണ് സമീപവാസിയായ ജോൺസന്റെ പറമ്പിൽ ബോധരഹിതനായി ശിവൻകുട്ടിയെ കണ്ടത്. എന്തോ നോക്കുന്നു ചോദിച്ചപ്പോൾ അച്ഛനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ തിരക്കി വന്നതെന്ന് പറഞ്ഞു. ഞാൻ പശുവിനെ കന്നിനെ ഇങ്ങനെ അടിച്ചിങ്ങോട്ട് അപ്പുറത്തോട്ട് ചാടിക്കാനായിട്ട് തിരിഞ്ഞപ്പോഴാണ് എൻ്റെ ഈ ലെഫ്റ്റ് സൈഡായിട്ട് ഇങ്ങനെ ഒരു കളറ് കണ്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കിയതാണ്. കൃഷിയിടത്തിന് സമീപത്തെ പറമ്പിലാണ് ശിവൻകുട്ടിയെ അബോധാവസ്ഥയിൽ കണ്ടത്. തുടർന്ന് നൂറനാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടത്തിനു ശേഷമേ മരണകാരണം വ്യക്തമാകൂ. സംഭവത്തിൽ നൂറനാട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. KSCBയും സ്ഥലത്ത് പരിശോധന നടത്തി. ജോൺസന്റെ വീട്ടിൽ നിന്നും കൃഷിയിടത്തിലേക്ക് വൈദ്യുതി എടുത്തിരുന്നതായി KSCB കണ്ടെത്തി. മരിച്ച ശിവൻകുട്ടി പ്രവാസ ജീവിതം അവസാനിപ്പിച്ച ശേഷമാണ് കൃഷി ആരംഭിച്ചത്. പശു വളർത്തലും മറ്റ് കൃഷികളും ചെയ്ത് കുടുംബം പോറ്റിയിരുന്ന ഒരു സാധാരണ കർഷകന്റെ ജീവനാണ് പന്നിക്കെണിയിലൂടെ പൊലിഞ്ഞത്. തളർന്നു കിടക്കുന്ന ഭാര്യയും പ്രായമായ അച്ഛനും മകളുമാണ് വീട്ടിലുള്ളത്. ന്യൂസ് 18 ആലപ്പുഴ. നമ്മളേറെ സ്നേഹിച്ചവരും അടുപ്പമുള്ളവരും വിശ്വാസവഞ്ചന കാണിച്ചാലും വാക്കുകൊണ്ട് മുറിവേൽപ്പിച്ചാലും നമ്മളെക്കുറിച്ച് പരദൂഷണം പറഞ്ഞാലും അത് സഹിക്കാൻ കഴിയില്ല, അല്ലേ? അത് പിന്നീട് മനസ്സിൽ അവരോട് വലിയ വെറുപ്പിനും വിദ്വേഷത്തിനും കാരണമാകാം. എന്നാൽ അവർ പറഞ്ഞത് എന്താണെന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ടോ? ഒരാൾ നിങ്ങളെക്കുറിച്ച് മറ്റാരോടെങ്കിലും മോശമായി പറഞ്ഞാൽ അവർ തനിച്ചായിരിക്കുമ്പോൾ നേരിട്ട് ചോദിക്കണം. ഒരുപക്ഷേ അയാൾ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരിക്കാം. ഇനി പറഞ്ഞെങ്കിൽ പോലും അത് തിരുത്തി കൊടുക്കണം. അല്ലാതെ അതിൻ്റെ പേരിൽ വിരോധം മനസ്സിലിട്ട് നടന്ന് പിന്നെ പകയായി വളർന്നാൽ അയാളെ നശിപ്പിക്കാനാകും പലരും ചിന്തിക്കുക. അതുവഴി അയാളുടെ ജീവിതം മാത്രമല്ല, നമ്മളുടെ ഭാവിയും സ്വപ്നങ്ങളുമാണ് തകരുന്നത്. എല്ലാം ക്ഷമിച്ചാൽ സ്വസ്ഥമായി ജീവിക്കാനേ. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ആക്ഷൻ ടെസ്സയുടെ